രാവിലെ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വന്നത് വ്ളോഗ് ചെയ്യാന്നുള്ളത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത വ്ളോഗാട്ടായി. ഒരു കേക്ക് ഡെലിവറിയും രണ്ടാമത്തെ കേക്ക് ഇങ്ങനെ ബേക്ക് ചെയ്തും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇവനാണ് എൻ്റെ ഡിസംബർ മാസത്തെ ഫ്രിഡ്ജും ബാക്കിയുള്ള മാസത്തെ ലോണ്ടറി ബോക്സും. ഇനി നമുക്ക് നമ്മളെ മാപ്പിളുടെ അടുത്ത് പോകാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ആക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. പിന്നെ നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ കൂലിക്ക് ആളിറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയൊരു പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ മയിൽ വാഹനം എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ മയിൽ വാഹനത്തിന് ചെറിയൊരു തുമ്മലും ചീറ്റലും. അങ്ങനെ അവൻ്റെ അസുഖങ്ങൾ നമ്മൾ വേദമാക്കിയിട്ട് നമ്മൾ പറപ്പിച്ച് വിടും പപ്പാ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ മാപ്പണ്ടത്തേക്ക് എത്തിയിട്ടുണ്ട്. 10 മണിക്ക് വരാമെന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യം 11 മണിക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ടേ അതാ ആ വീട്ടിൽ നമുക്ക് അടുത്താഴ്ച കല്യാണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങൾക്ക് വേണ്ടി നമ്മളിവിടെ വന്നിട്ടുള്ളത്. നല്ല ഹെൽപ്പ് ചെയ്യുന്ന മാപ്പിളുടെ അല്ലേ. അവിടെ പോയ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിച്ചതിന് ശേഷം നമ്മൾ കരിക്കിൻ്റെ ഷോപ്പിലെത്തിയിട്ട് കരിക്കൊക്കെ വാങ്ങിയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് തേങ്ങുമ്പം വേണം പോലും. അങ്ങനെ തേങ്ങുമ്പോൾ നമ്മൾ കൊടുത്ത അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മെച്ചൂനും കൂടി വേണമെന്ന് പറഞ്ഞ് പിന്നെ തൊട്ടേനും പിടിച്ചതിനെല്ലാം ചൊറിച്ചൽ. കേക്ക് വേണം, ഇളനീർ വേണം, അത് വേണം, ഇത് വേണം എന്നിട്ട് ചൊറിച്ചൽ. കാര്യം ആദ്യമൊന്നും എനിക്ക് പിടികിട്ടില്ലെങ്കിൽ പിന്നെയാണ് മനസ്സിലായത് ഇതാ ഈ ഉറക്കം വന്നതിൻ്റെ ചില. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഈ സ്ക്വയർ ടൈപ്പിൽ ചെയ്ത കേക്കിനെ നമുക്ക് നീട്ടി വലിച്ച് പരത്തി റെക്റ്റാങ്കിൾ ഷേപ്പിലാക്കിയിട്ട് ഫ്രോസ്റ്റ് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഗ്രൂം ട്യൂബിൻ്റെ കേക്കാണ്. ടെൻഡർ കോക്കനട്ടാണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നല്ല പോലെ ഫില്ലിങ്ങും എല്ലാം കൂടി ചെയ്ത് നമ്മൾ നീട്ടി വലിച്ച് പരത്തി വലിയൊരു ഷീറ്റ് കേക്ക് ആക്കിയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു തീമുണ്ട്, വിൻറ്റേജ് തീമായിട്ട് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ഭയങ്കര സ്പീഡായതുകൊണ്ട് ഭയങ്കര സ്പീഡിൽ തന്നെ വേമ്പേ പണി തീർക്കുന്നുണ്ട് കേട്ടോ. ഫ്രോസ്റ്റിങ്ങിൽ നല്ല ഭയങ്കര സ്പീഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് കേക്കൊക്കെ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഡെമിക്കൂട്ടൻ നേരത്തെ കേക്കിന് ചൊന്നപ്പോൾ ഞാൻ ലെഫ്റ്റ് ഓവർ വന്നിട്ടുള്ള കേക്കിൻ്റെ മുകളിൽ കുറച്ച് ക്രീമൊക്കെ വരട്ടിയിട്ട് ഓനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉറങ്ങിയാഴ്ച കൊടുക്കാന്ന് വെച്ചിട്ട്. പിന്നെ നമ്മൾ വിൻറ്റേജ് തീം ആയതുകൊണ്ട് തന്നെ ഈ ബോ വെച്ചെടുക്കണം കേട്ടോ. പണ്ട് നമുക്ക് ഈ സാധനം ചെയ്യാനേ അറിയില്ല. നമ്മൾ ഫർജിക്കുട്ടിയായിട്ട് നമുക്ക് ചെയ്തു തന്നത്. ഇതിനെല്ലാം കയ്യിലുള്ള പാത്രം കയ്യിൽ എൻ്റെ തീരെ ഇഷ്ടമില്ലാത്ത സംഭവമായിട്ട് ഇത്. അങ്ങനെ നമ്മൾ പാത്രം കയ്യിൽ തന്നെ. പിന്നെ ഇന്നലത്തെ കറിയും അതുപോലെ തന്നെ ചോറും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പതിപ്പിച്ച് വറുത്ത് എനിക്ക് മടക്കി വെക്കൽ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഒരു അലക്കാനിടുമ്പോൾ മാത്രമാണ് ഞാൻ എന്താ പറയുക നമ്മൾ അലക്കി ഉണങ്ങിയത് എടുത്ത് വെക്കാറുള്ളൂ. പിന്നെ ഇതിനിടയിൽ നമ്മൾ ഇക്കാൻ്റെ ഫോണാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇക്കാനോട് സംസാരിച്ച് ഇനി അടുത്ത പണി എന്നുള്ളത് നമ്മൾ ഒരു ചെറിയൊരു എന്താ പറയുക നമ്മളെ ഷോപ്പിലെ സാധനങ്ങളൊക്കെ ഒഴിവാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ പാക്കിങ് ഇനിയും കഴിഞ്ഞിട്ടില്ല, ഇനിയും കുറേ അയച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇങ്ങനെ പാക്കിംഗ് ആട്ടോ. ഇത് പാക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ എനിക്ക് മാപ്പിളുടെ നിന്ന് പിന്നെ ഫോൺ വന്നത് ഡ്രസ്സ് എടുക്കാൻ പോകാനുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പാക്ക് ചെയ്യുന്നൊക്കെ അവിടെ വെച്ച് ഉറങ്ങുന്ന ഹെമിനെ ഞാൻ വിളിച്ചണിപ്പിച്ച് ചോറ് കൊടുത്ത് നെച്ചുനും ചോറ് കൊടുത്ത് അങ്ങനെ ഞാൻ വീണ്ടും പോകാൻ വേണ്ട. പോകുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട് നേരത്തെ കേക്ക്. അതും കൂടി ചെയ്ത് അവരെ രണ്ടാളെ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിലാക്കി ഞാൻ ഒറ്റയ്ക്ക് മാപ്പിളത്ത് പോയി. അപ്പോൾ ഒരാൾ ഉപ്പാൻ്റെ വീട്ടിലായിട്ടുള്ളത്. അവിടെ നല്ലോണം കല്ലുമ്മക്കായി സാധനമൊക്കെ തിന്നിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഈ കാണുന്നതാണ് കൂട്ടക്കരച്ചിൽ. ഉമ്മമാർ വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ മക്കളുടെ കൂട്ടക്കരച്ചിൽ. അങ്ങനെ കൂട്ടക്കരച്ചിലൊക്കെ നമ്മൾ അവഗണിച്ച് കൊണ്ട് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാട്ടോ. അപ്പം നമ്മുടെ ഫാമിലി ഫാഷനിലാണ് ആദ്യം പോയിട്ടുണ്ടായത്. അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പെറുക്കി 3:30 വീട്ടിൽ നിന്ന് പുറപ്പെട്ട ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചെത്തിയത് 7:30 മണിക്കാണ് കേട്ടോ. അപ്പം ശുഭം.